ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസപ്പിയറൻസ് ഓഫ് വില്ലി ബിങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമുമായിട്ടാണ്. ശരിക്കും ഈ ഷോർട്ട് ഫിലിം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ വളരെ റെലവൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ചിത്രത്തിൻ്റെ കഥ കണ്ടതിന് ശേഷം നമുക്ക് അക്കാര്യത്തിലേക്ക് വരാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയുടെ വോയിസ് ഓവറാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം ഒരു സൂപ്പർവൈസറാണ്. എന്താണ് അദ്ദേഹം സൂപ്പർവൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന കുറ്റവാളികളുണ്ടല്ലോ, റേപ്പ്, കൊലപാതകം, അങ്ങനെയുള്ള ഓരോ കുറ്റവാളികൾ, അവർക്ക് കോടതി നൽകുന്ന ശിക്ഷയല്ലാതെ ഇദ്ദേഹം പേഴ്സണലായിട്ട് എക്സ്ട്രാ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. മാത്രമല്ല ആ ശിക്ഷ പൂർണ്ണമായും കൃത്യമായും നടപ്പാക്കിയോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. ഇപ്പോൾ നമ്മുടെ ഹീറോ ജയിലിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഒരു തടവുകാരനെ കാണുന്നു. ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? ഒരു 10 വയസ്സുകാരിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. നായകൻ ആ തടവുകാരനോട് അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം തന്നെ നിന്റെ കൈ മുറിച്ചു മാറ്റും. കൈ മുറിച്ചു മാറ്റാനോ? നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത്? ഒരല്പം മനസാക്ഷി എന്നോട് കാണിച്ചുകൂടെ എന്ന് തടവ് പുള്ളി പറയും. അപ്പോൾ നായകൻ പറയും, നിനക്ക് 3 തരത്തിലുള്ള ഓപ്പറേഷനുകളാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ സർജറിയിലും നിന്റെ ഓരോ ശരീരഭാഗങ്ങൾ ഞങ്ങൾ മുറിച്ചു നീക്കും. അത് കേട്ടതോടെ ആ തടവ് പുള്ളി അവിടെ നിന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. നിങ്ങൾക്കൊന്നും ഒരു മനസാക്ഷിയില്ലടോ, തെറ്റ് ചെയ്ത ഒരാൾക്ക് ഇങ്ങനെയാണോ ശിക്ഷ വിധിക്കേണ്ടത്? എന്നെ നിങ്ങൾക്കങ്ങ് തൂക്കിക്കൊന്നൂടെ? എന്തിനാണ് ഇങ്ങനെ ഓരോ ശിക്ഷയൊക്കെ എനിക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവന് ഛർദി വന്ന് അവിടെ കിടന്ന് ഛർദിക്കും. ആ സീൻ അവിടെ കട്ടാവുന്നു. ഇപ്പോൾ ഇവൻ റേപ്പ് ചെയ്തു കൊന്ന ആ പെൺകുട്ടിയില്ലേ, അവളുടെ അച്ഛനെയും 2 സഹോദരിമാരെയും ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അച്ഛനും സഹോദരിമാരും ഒരു കണ്ണാടിയിലൂടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഹീറോ അവർക്ക് ഫോൺ ചെയ്തിട്ട് ചോദിക്കും, സർജറി ആരംഭിക്കട്ടെ എന്ന്. പെൺകുട്ടിയുടെ അച്ഛൻ ആരംഭിച്ചോളാൻ പറയുകയും ചെയ്യുന്നു. മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ 2ഉം ഇതും നോക്കി നിൽക്കുകയാണ്. നമ്മുടെ നായകൻ ഡോക്ടർമാർക്ക് സർജറി നടത്തിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുന്നു. ഡോക്ടർമാർ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് അവന്റെ കൈ അറുത്തു മാറ്റുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത സീനിൽ ആ കുറ്റവാളിയെ ഒരു സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവനോട് സംസാരിക്കാനായി നമ്മുടെ നായകനും പോലീസുകാരനും പറയുന്നു, ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ട് എൻ്റെ കൈകൾ ഇവർ അറുത്തുമാറ്റി. നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. തെറ്റുകൾ ചെയ്താൽ എന്നെപ്പോലെ ഇതുപോലുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കുക എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഏങ്ങി കരയുന്നു. തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ കുറ്റവാളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ്റെ ബാക്കിയുണ്ടായിരുന്ന ഒരു കൈയും ഒരു കാലും അവർ കട്ട് ചെയ്തെടുക്കുന്നു. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ്റെ മുറിവെല്ലാം ഉണങ്ങിയതിന് ശേഷം അവനെ ഒരു പള്ളി ഉണ്ടാവുമല്ലോ, ഈ സുവിശേഷമൊക്കെ പറയുന്നത് പോലത്തെ, അവിടേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൻ അവരോടായിട്ട് പറയും, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ നിയമം വളരെ സ്ട്രോങ് ആണ്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നെപ്പോലെ നിങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇവനെ കളിയാക്കുന്നു. നിന്റെ കൈ മുറിച്ചതും കാല് മുറിച്ചതും ഒക്കെ വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് അവൻ കളിയാക്കുന്നു. അതുകൊണ്ട് ആ കുറ്റവാളി വിഷമത്തോടെ കരയുന്നു. ആ സമയത്ത് നമ്മുടെ നായകന്റെ വോയിസ് ഓവർ വരുന്നു. ഇവൻ സാവധാനത്തിൽ ഫിസിക്കലി ഒരുപാട് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അങ്ങനെ ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് ഇവന്റെ അടുത്ത ഓപ്പറേഷൻ നടത്തും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവന്റെ ശരീരം എത്രമാത്രം ഗുണമായാലും ഒരു കാരണവശാലും അവന്റെ മനസ്സ് ആ കുറ്റവാളിയുടെ ചിന്തകളിൽ നിന്നും മാറില്ല. ഇനിയൊരു അവസരം ലഭിക്കുകയാണെങ്കിലും അവൻ കുറ്റങ്ങൾ തുടരുമെന്നും നായകൻ പറയുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവനെ വീണ്ടും മറ്റൊരു ഓപ്പറേഷന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നു. അവനിപ്പോൾ ഒരു കാല് ബാക്കിയുണ്ടായിരുന്നല്ലോ, ആ കാല് കൂടി അവർ അറുത്തുമാറ്റുന്നു. 2 കൈയും 2 കാലും ഇല്ലാതെ ഒരു വീൽ ചെയറിൽ അവനെ ഇരുത്തിക്കൊണ്ട് ഒരു പോലീസുകാരൻ അവനെ തള്ളിക്കൊണ്ടുപോകുന്നു. തുടർന്ന് ചില മാസങ്ങൾക്ക് ശേഷം എന്ന് എഴുതി കാണിക്കുന്നു. ഇപ്പോൾ അവനെ വീണ്ടും മറ്റൊരു സർജറിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ സർജറി കാണാൻ മരിച്ചുപോയ ആ പെൺകുട്ടികളുടെ സഹോദരിമാർ വന്നിട്ടില്ല. അത് ഭയങ്കര ക്രൂരമാണ്, അതുകൊണ്ട് നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറുന്നു. അച്ഛൻ മാത്രമാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്നു. അയാൾ സർജറി നടത്താൻ പെർമിഷൻ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ആ കുറ്റവാളി കിടന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി. എന്നെ വെറുതെ വിട്, ഇതിനു മേലെ എനിക്ക് ശിക്ഷ നൽകരുത്, ഇതുവരെ കട്ട് ചെയ്തെടുത്തതെല്ലാം മതി, എന്നെ ഒന്നും ചെയ്യരുത്, വെറുതെ വിട്, ഞാൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല, തെറ്റ് ചെയ്യാൻ ചിന്തിക്കുക പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അലറി കരയുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറയും, പേടിക്കാതെടോ, ഒരു വേദനയില്ലാതെ നമ്മൾ ഓരോന്നായിട്ട് അറുത്തു മാറ്റിക്കോളാം എന്നും പറഞ്ഞ് അവൻ്റെ കിഡ്നിയും അറുത്തു മാറ്റുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ സർജറിക്ക് ശേഷം കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഓരോ ശരീരഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന സർജറികളൊക്കെ ഇല്ലേ, അതൊക്കെ അവർ റെക്കോർഡ് ചെയ്തിരുന്നു. അത് ഇവൻ്റെ മുന്നിൽ തന്നെ ഒരു TV-യിൽ വെച്ച് ഇവനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അത് കണ്ടപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നു, ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് ഏത്
ഭാഗമാണ്, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, കണ്ണ് കാണാത്തതുപോലെ തോന്നുന്നു. ആ സ്ത്രീ വന്നിട്ട് അത് നിന്റെ ഇടത് കാലാണ് എന്നും പറഞ്ഞിട്ട് പോകുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. തുടർന്ന് ചില ദിവസങ്ങൾക്ക് ശേഷം എന്ന് എഴുതി കാണിക്കുന്നു. ഇന്നാണ് അവസാനത്തെ സർജറി ചെയ്യേണ്ട ദിവസം. ഹീറോ ആ കുറ്റവാളിയോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ, ഓപ്പറേഷന് നീ തയ്യാറല്ലേ എന്ന്. അവൻ ഹീറോയെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കും. ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ എൻ്റെ ഓരോ ശരീരഭാഗങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, നീ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ ഓക്കെ അല്ലേ എന്ന്. ഇങ്ങനെ മനസ്സിൽ ദേഷ്യത്തോടെ ഓർക്കും. ശേഷം നായകൻ പോയിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനോട് സർജറിക്ക് വേണ്ടി പെർമിഷൻ ചോദിക്കുന്നു. അയാളുടെ നോട്ടത്തിൽ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന സർജറിയുടെ ആ കാഠിന്യം മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം കണ്ണ് കലങ്ങിയിട്ടുണ്ട് ആ മനുഷ്യൻ്റെ. അങ്ങനെ അദ്ദേഹം ഓപ്പറേഷൻ നടത്താൻ പറയുന്നു. ഇപ്പോൾ ആ കുറ്റവാളിയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകുന്നു. ഡോക്ടറും ഓപ്പറേഷൻ നടത്തുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്നു. എല്ലാ സർജറിയും കൃത്യമായിട്ട് തീർത്തു എന്നുള്ള രീതിയിൽ. ആ കുറ്റവാളിക്ക് എന്ത് സർജറിയാണ് ചെയ്തതെന്ന് നോക്കുമ്പോൾ അവൻ്റെ നാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചുണ്ടുകൾ അറുത്തു മാറ്റിയിട്ടുണ്ട്, 2 ചെവിയും അറുത്ത് കളഞ്ഞു, മാത്രമല്ല മൂക്കും അറുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അവനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പാവം തോന്നിപ്പോവും. എനിക്കൊന്നും ഇത്രക്ക് മനസാക്ഷിയില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച ഈ ശിക്ഷ വളരെ ചെറുതാണ്. ഇതോടെ ആ സീൻ കട്ടാവുന്നു. തുടർന്ന് ചില നാളുകൾക്ക് ശേഷം എന്ന് എഴുതി കാണിക്കുന്നു. ആ കുറ്റവാളി മരിച്ചു. അവൻ മരിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ അവൻ ആ പെൺകുട്ടിയോട് ചെയ്ത തെറ്റിന് ഇത്തരമൊരു ശിക്ഷ നൽകിയാൽ മാത്രമേ ഇതുപോലുള്ള കുറ്റവാളികൾ ഇനി ഉണ്ടാവാതിരിക്കൂ എന്ന് നായകൻ പറയുന്നതോടുകൂടി സിനിമ അവസാനിക്കുന്നു. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ശരിക്കും ഈ വില്ലി ബിങ്കത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ശിക്ഷ ശരിക്കും അങ്ങനെ തന്നെ വേണോ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഈ ഒരു അവസ്ഥയിൽ? അതോ അത് കുറച്ച് കൂടിപ്പോയി എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ശരിക്കും ആ സിനിമ ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള സിനിമകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ പുള്ളിക്ക് ദേഷ്യം വന്നു കേട്ടോ, മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അടിക്കുന്നുണ്ടോ? അപ്പോൾ ചങ്ങായിവരെ ബൈ.